പടം പൊളിച്ച് അടിപൊളി. നല്ല സന്തോഷമാണ്. ബാക്കി വർക്കൗട്ട് മറ്റു പ്രേക്ഷകരെ പറയാം. സപ്പോർട്ട് നമ്മൾ പടത്തിൽ വർക്ക് ചെയ്ത ആൾക്കാരൊക്കെയാണ് ഈ ഷോയിൽ കൂടുതലുള്ളത്. അവർക്ക് എല്ലാവരും ഹാപ്പിയായിട്ട് ഇറങ്ങുന്നുണ്ട്. അടുത്ത ഷോ കഴിയുമ്പോഴാണ് നമുക്കൊരു സന്തോഷം. മറ്റുള്ള ആൾക്കാർ ഈ സിനിമയായിട്ട് ഒരു ബന്ധമില്ലാത്ത ആൾക്കാർ കണ്ടിട്ട് അഭിപ്രായം പറയുമ്പോഴാണ് നമുക്കൊരു കൃത്യമായിട്ടൊരു അങ്ങനെയല്ല നമുക്കൊരു തൃപ്തി വരിക. അവരോട് പറയട്ടെ. എന്നിട്ട് നമുക്ക് ഒരു വെല്ലുവിളി ഉണ്ടായിരുന്നു. കാരണം ഫൈറ്റ് ആണ് എന്നുള്ള ആദ്യമേ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഒരു വെല്ലുവിളി ഉണ്ടായിരുന്നു. അതൊക്കെ പറഞ്ഞ പോലെ ഫൈറ്റ് മാത്രമല്ല, അതാണ് മാസ്റ്ററുടെ വായിന്നത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഡീസൻ്റ്ലി മെയ്ഡ് ഫിലിം എന്ന് പറഞ്ഞില്ല. ഫൈറ്റ് മാത്രമല്ല, ബാക്കി ഇമോഷൻസ് കാര്യങ്ങളും എല്ലാം വർക്കായി എന്ന് പറഞ്ഞപ്പോൾ വലിയ സന്തോഷം. താങ്ക് യു. സൂപ്പർ. ഉണ്ടായിരുന്നു എന്നാലും എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ പടം. അവനെ ഇടിയൊക്കെ ഇഷ്ടപ്പെട്ടോ? ചേച്ചി പടം അടിപൊളി അടിപൊളി അടിപൊളി. അവിടെ പടം എങ്ങനെയുണ്ട്? പടം ഇഷ്ടമായോ? ഇഷ്ടായോന്ന് പറ. എന്താന്ന് പറ. ഇഷ്ടായില്ലേ കൊച്ചിനി? ഇഷ്ടായി. ഞങ്ങളങ്ങ് ഇറങ്ങട്ടെ. നല്ല പടം. പോരടിയൊന്നുമില്ല. നല്ല പടം. അവനെ അച്ഛൻ്റെ ഇടി എങ്ങനെ ഉണ്ടായിരുന്നു? അച്ഛൻ്റെ ഇടി എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ടായിരുന്നു പടം മൊത്തത്തിൽ? ആദ്യമായിട്ടാണല്ലോ വിഷ്ണു ഇങ്ങനൊരു കഥാപാത്രം ചെയ്യുന്നത്. നന്നായിട്ടുണ്ട്. എല്ലാം നന്നായിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു പടം? പടം എങ്ങനെയുണ്ടായിരുന്നു? പടം എങ്ങനെയുണ്ട്? പടം എങ്ങനെയുണ്ട്? പടം എങ്ങനെയുണ്ട്? പടം എല്ലാവരുടെ പടം എങ്ങനെയുണ്ടായിരുന്നു? പടം എങ്ങനെയാണ്? ചേട്ടാ പടം എങ്ങനെയാണ്? പൊളിച്ചു, തകർത്തു അടിച്ച് പൊളിച്ചു. പടം ഒരു മൂവി, നല്ലൊരു മൂവി. എല്ലാവരും പോയി കാണും. നല്ല മൂവി. നല്ലായിരുന്നു. ചേട്ടാ പടം എങ്ങനെയുണ്ട്? നല്ലൊരു ഫൈറ്റും ബാലിച്ചേട്ടൻ്റെ നല്ലൊരു ഫൈറ്റും. ചേട്ടാ പടം എങ്ങനെയുണ്ട്? കരയാനുള്ള എല്ലാം ഉണ്ട്. വഴി ഓർഡർ പടം എടുത്ത പുള്ളിൻ്റെ ആ ഗിമിക്സ്, സിനിമാറ്റിക് ഗിമിക്സും പരിപാടിയൊന്നുമല്ല, ഭയങ്കര നാച്ചുറലായിട്ടാണ് ഫൈറ്റൊക്കെ എടുത്ത് വെച്ചേക്കുന്നത്. അത് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ഒരു പുതുമയുണ്ട്. നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് പടം. വിഷ്ണുവിൻ്റെ പെർഫോമൻസും നന്നായിരുന്നു കേട്ടോ. ചേട്ടാ എല്ലാവരുടെ കൂടെ കണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്കിഷ്ടമായി. പടം കണ്ട ആൾക്കാർ എല്ലാവരുടെയും കൂടെ കണ്ടിട്ട് എങ്ങനെയുണ്ട്? പടം ഇഷ്ടമായോ? പടം ഇനി ഞാൻ ചന്തു അല്ലേ? ചന്തു തകർത്ത്. സൂപ്പറാ. നല്ല ഐഡിയാണ്. കാണാൻ കേട്ടോ എല്ലാവരും കൂടി കാണണം. Yeah, the movie very well made, and we did a very good job, and what I was expecting, it is there on the screen. So
First of all, congrats to the director, and he did a wonderful job, just like a small student. At the same time, what I wish it is there and very decently made. Congratulations. Yes, because it is not only action. Because I like the whole film. I like the whole film because of the entire film. So it is about the students and how we survive and we witness and all the other children and students, they support each other and they fight for their rights. So that is what is there on the screen and very decent film, which is I'm very happy for that. പടം പൊളിച്ച് അടിപൊളി നല്ല സന്തോഷമാണ് ബാക്കി ഈ ഒരു വർക്കൗട്ട് മറ്റു പ്രേക്ഷകരെ പറയാം സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ പടത്തിൽ വർക്ക് ചെയ്ത ആൾക്കാരൊക്കെയാണ് ഈ ഷോയിൽ കൂടുതലുള്ളത്. അവർക്ക് എല്ലാവരും ഹാപ്പി ആയിട്ട് ഇറങ്ങുന്നുണ്ട്. അടുത്ത ഷോ കഴിയുമ്പോഴാണ് നമുക്കൊരു സന്തോഷം. മറ്റുള്ള ആൾക്കാർ ഈ സിനിമയായിട്ട് ഒരു ബന്ധമില്ലാത്ത ആൾക്കാർ കണ്ടിട്ട് അഭിപ്രായം പറയുമ്പോഴാണ് നമുക്കൊരു കൃത്യമായിട്ടൊരു അങ്ങനെയല്ല നമുക്കൊരു തൃപ്തി വരിക. അവരോട് പറയട്ടെ എന്നിട്ട് നമുക്ക് ഇടിയൻ ചന്തു ഒരു വെല്ലുവിളി ഉണ്ടായിരുന്നു. കാരണം റോഡ് ഫൈറ്റ് ആണ് എന്നുള്ള ആദ്യമേ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഒരു വെല്ലുവിളി ഉണ്ടായിരുന്നു. അതൊക്കെ പറഞ്ഞ പോലെ ഫൈറ്റ് മാത്രമല്ല, അതാണ് മാസ്റ്ററുടെ വായിന്നത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഡീസൻ്റ്ലി മെയ്ഡ് ഫിലിം എന്ന് പറഞ്ഞില്ല, ഫൈറ്റ് മാത്രമല്ല ബാക്കി ഇമോഷൻസ് കാര്യങ്ങളും എല്ലാം വർക്കായി എന്ന് പറഞ്ഞപ്പോൾ വലിയ സന്തോഷം. താങ്ക് യു. ഇത് നമ്മുടെ താരം ഒന്ന് നോക്കട്ടെ, തൊല്ലി സ്പേസ് കൊടുക്കാം. ഇപ്പോഴത്തെ കുട്ടികൾക്ക് സക്സസ് ആയി അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി. ഒരു നെഗറ്റീവ് റോളില് അങ്ങനെ കണ്ടിട്ടുണ്ട്. ഞാനങ്ങനെ രണ്ട് റോളിൽ കണ്ടിട്ടുള്ളൂ. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു തിയേറ്ററിൽ എല്ലാവരുടെയും നല്ല അടിപൊളി ഇവിടെ ഉണ്ട്. സേഫായിരുന്നു, പക്ഷെ ഒരിഞ്ഞടിയാണ് റിയലിസ്റ്റിക് ഇടി ഉണ്ട്. അങ്ങനെ അവസരമൊക്കെ ഇപ്പോൾ കിട്ടി തുടങ്ങി, ഇടിയൊക്കെ കിട്ടി തുടങ്ങി. എല്ലാവരും സപ്പോർട്ട് വേണം. എല്ലാവരും പോയി കാണണം. +2 വീഡിയോ കാണാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു ഫാമിലിയും ഇടിയും എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ഒരു എൻ്റർടൈനർ ആയിരിക്കും. നമ്മൾ ഹാപ്പിയാണ്, നമ്മളെല്ലാവരും ഹാപ്പിയാണ്. നിങ്ങളെല്ലാവരും കാണുക, ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. എന്തോ ഇടിപ്പടം കണ്ടിട്ട് ഇറങ്ങിയ ഫീൽ. അതിന് പീറ്റർ ഹെയിൻസറിൻ്റെ ഒരു സ്റ്റണ്ടിൻ്റെ ഭാഗമാകാൻ പറ്റിയ ഞാൻ സ്റ്റണ്ട് ചെയ്യുന്നില്ല കേട്ടോ, അതിൻ്റെ ഇടപെട്ട് പോകാൻ പറ്റുന്നതല്ലേ. അല്ല, പിന്നെ മാസ്റ്ററിൻ്റെ ഒരു ഫൈറ്റിൽ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അത് തിയേറ്ററിൽ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം. ഇങ്ങനെ ഒരു ഫൈറ്റ് സീക്വൻസൊക്കെ ചെയ്യാൻ പറ്റിയത്. അപ്പോൾ നിങ്ങളെല്ലാവരും കാണും. 300 പേരൊക്കെ 300 സ്റ്റുഡൻസിനെയൊക്കെ ഹാൻഡിൽ ചെയ്ത് ഒരേപോലെ ഫ്ലോ ആയിട്ട് അപാരമായ ഫൈറ്റായിരുന്നു. സൂപ്പർ ഫൈറ്റ്. തിയേറ്ററിൽ തന്നെ കാണണം. അതെ, തീർച്ചയായിട്ടും കാണേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ എക്സ്പീരിയൻസ് ചെയ്യാം. ഇറങ്ങാം. എല്ലാരും സിനിമ എന്താ അല്ല, പിന്നെ ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല. എല്ലാരും സിനിമ പോയി കാണണം. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്തായാലും. ഫൈറ്റ് ഉണ്ട്, പിന്നെ കുറച്ച് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, ലവ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാവരും പോയി കാണുക, വിജയിപ്പിക്കുക. ഇടിയൻ ചന്തു. എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നത് വളരെ സന്തോഷമുണ്ട്. ഒരു ലാഗില്ലാതെ കൊണ്ടുപോയിട്ടുണ്ട്. പ്രീ ഡിഗ്രി ആ ഒരു കാലഘട്ടത്തിലെ നമ്മുടെ കോളേജ് ക്യാമ്പസ്, ആ ഒരു സമരത്തിലുണ്ടാകുന്ന അടികൾ,
അതൊക്കെ ശരിക്കും കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഒരുപാട് കഥകളുണ്ട്. നമുക്ക് പുതിയ തലമുറയ്ക്ക് മനസ്സിലാക്കാനുള്ള ഒരു കോളേജ് ക്യാമ്പസിൽ എങ്ങനെ ആവണം എന്ന് മനസ്സിലാക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ ഫിലിമിലുണ്ട്. എല്ലാ കുട്ടികളും മാതാപിതാക്കളും ഈ പടം കാണേണ്ട ഒരു പടം തന്നെയാണ്. നല്ലൊരു മെസ്സേജ്. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിട്ട് അടിപൊളി. എല്ലാ ഇമോഷൻസും കണ്ട അടിപൊളി. ഒരു പടം എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണേണ്ട പടം. ഇടി മാത്രമല്ല, പടം കാണേണ്ട പടം തന്നെയാണ്. ഫൈറ്റ് അതിനെ പറ്റി കൂടുതൽ പറയുന്നില്ല. എല്ലാവരും വിഷ്ണു ഉണ്ണികൃഷ്ണൻ ശരിക്കും കഷ്ടപ്പെടുന്നുണ്ട് ഈ പടത്തിന് വേണ്ടി. ശരിക്കും അദ്ദേഹം കാരണം ആ സ്റ്റണ്ട് നമ്മൾ കണ്ടറിയാം. ഒരുപാട് ദേഹമൊക്കെ മുറിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഫാമിലി സിനിമയാണ്. ഒരുപാട് താരങ്ങൾ, ജോണി ആന്റണി ചേട്ടൻ, ലെന ചേച്ചി, അങ്ങനെ ഒരുപാട് താരം, ലാലു അലക്സ് ചേട്ടൻ, അങ്ങനെ ഒരുപാട് പേര് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ നല്ല ഗാനമുണ്ട്. വിനീത് ശ്രീനിവാസന്റെ നല്ലൊരു പാട്ട് സിനിമയുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ശ്രീജിത്ത് എന്ന സംവിധാനം തുറന്നു കാണിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലഹരിക്ക് അടിമയായ ഒരുപാട് കുട്ടികളുണ്ട് നമ്മുടെ കേരളത്തിൽ. അതിനെതിരെയുള്ളൊരു സിനിമയാണ്. നല്ലൊരു മൂവിയാണ്. പിന്നെ ഗംഭീര തിരിച്ചുവരവാണ് വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ. ഇടിയൻ ചന്ത് ഞങ്ങളെല്ലാവരും ഏറ്റെടുത്തു. പൊളിയുന്ന ഒരു അടിപൊളി. പിന്നെ മാർഗംകളിയാണെങ്കിലും മാർപ്പാപ്പയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഹിറ്റ് സിനിമകളാണ് ശ്രീജിത്ത് സാറിന്. പിന്നെ ഒരു കാര്യം എല്ലാവരും തുറന്നു കാണിക്കാൻ പാടില്ലാത്ത എന്തെങ്കിലും തുറന്ന് അദ്ദേഹം കാണിച്ചിരിക്കുകയാണ്. എന്താ പറയുക, ലഹരിക്കെതിരെയുള്ളൊരു സിനിമ, ഫാമിലി സിനിമയാണ്. എല്ലാ കുടുംബാംഗങ്ങളും വന്ന് കാണുക, ഫാമിലിയായിട്ട് കാണുക. നല്ലൊരു മൂവി. ഇടിയൻ ചന്ത് ഗംഭീരം. കുടുംബ ഫാമിലിയും എല്ലാം ഉൾപ്പെട്ട ഒരു മൂവിയായിട്ടാണ് തോന്നിയത്. അപ്പൊ ആ ഒരു മൂവിയുടെ ഭാഗമാകാൻ പറ്റിയത് സന്തോഷം. നിങ്ങളെ കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം. എല്ലാവർക്കും വർക്കായി എന്നുള്ളതൊരു സന്തോഷമുണ്ട്. ടീന എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ഒരു കുറച്ച് ഫൈറ്റ് സീക്വൻസും ഒക്കെ കാര്യങ്ങളുള്ള ഫൈറ്റിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റുന്ന സന്തോഷത്തിലാണ്. അത് തിയേറ്ററിൽ വന്ന് ഓഡിയൻസിനൊപ്പം ഇരുന്ന് കണ്ട ആ ഒരു റെസ്പോൺസിൻ്റെ സന്തോഷത്തിലാണ് ഇരിക്കുന്നത്. നിങ്ങളെല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണാം. ക്ലൈമാക്സ് ഫൈറ്റ് എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തരും. അപ്പോൾ അത് വന്ന് കാണുക, നല്ല സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് സന്തോഷമുണ്ട്. എളുപ്പമായിരുന്നു വെച്ചാൽ കരാട്ടെ അതിൻ്റെ കുറച്ച് സീക്വൻസിന് വേണ്ടി ഞാൻ ട്രെയിനിങ് ചെയ്തിരുന്നു. അപ്പോൾ അത് വർക്കൗട്ട് ആയി എന്ന് വിചാരിക്കുന്നു. പിന്നെ മാസ്റ്ററിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ മാസ്റ്റർ പറഞ്ഞു തരുന്ന ഇൻസ്ട്രക്ഷൻസ് നമുക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. മാസ്റ്റർ പറയുന്നത് കൃത്യമായിട്ട് ചെയ്യാൻ ഭയങ്കര ഒരു നല്ലൊരു എന്താ പറയുക മാസ്റ്റർ ടീച്ചറാണ് എന്ന് പറയും. കൃത്യമായിട്ട് പറഞ്ഞാൽ നമുക്ക് പെർഫോം ചെയ്യാനൊക്കെ ആയിരുന്നു. ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു മാസ്റ്ററിൻ്റെ ഇൻസ്ട്രക്ഷൻസ്. മാസ്റ്ററിൻ്റെ ഒരു ഫൈറ്റ് സീക്വൻസ് ചെയ്യാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. സ്കൂൾ കാലഘട്ടത്തിൽ കാണിക്കുന്ന ഒരു കുറേ സീക്വൻസ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നി, അതായത് മേക്കപ്പും കാര്യങ്ങളും എല്ലാം മാറി. ഇല്ല, അങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. നമ്മൾ ആ ക്യാരക്ടർ ടീനാന്ന് കേട്ടപ്പോൾ തന്നെ അത് ചെയ്യാനുള്ള പ്രിപ്പറേഷൻസ് എടുത്തു. അത് ചെയ്യാനുള്ളത് നോക്കി. ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല. ഓക്കെ ആയിരുന്നു. താങ്ക് യു. നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്ന എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണാൻ ഇടിയൻ ചന്തു. എല്ലാം നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. താങ്ക് യു സോ മച്ച്. പടം ഇറങ്ങി ഇന്ന്. ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ. ഇറങ്ങിയിട്ടുണ്ട് സിനിമ. എല്ലാവരും പോയി കാണണം, സപ്പോർട്ട് ചെയ്യണം, പ്രാർത്ഥിക്കണം. നമുക്കിതൊരു വലിയ സക്സസ് ആക്കി മാറ്റണം. കാരണം ഇതിൽ എന്താ ഫൈറ്റ്, സത്യം പറഞ്ഞ സിനിമയിൽ എനിക്ക് ഫൈറ്റ് സീൻ ഇല്ല. പക്ഷേ ഞാനിത് കംപ്ലീറ്റ്ലി വിറ്റ്നസ് ചെയ്തിട്ടുണ്ട് ഈ സിനിമയുടെ ഓരോ ഭാഗങ്ങളും. അപ്പോൾ പീറ്റർ ഹെയിൻ സാർ എടുത്ത എഫേർട്ടും ഇതിൽ അഭിനയിച്ചവരും ഈ ഫൈറ്റിന് വേണ്ടി കഷ്ടപ്പെട്ടതൊക്കെ ഭയങ്കരമായിട്ട് അവർ എഫേർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും കാണണം, നമ്മുടെ ഒപ്പം ഉണ്ടാവണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്. ഇനി എൻ്റെ വായിൽ എന്തെങ്കിലും കിട്ടിയിട്ട് എന്നെ എയറിൽ പറത്താൻ വേണ്ടിയിട്ട് വേണ്ടപ്പാ, ജീവിച്ചു പോയാൽ മതി. ഒരു വൈറലാവില്ല. എൻ്റെ പടങ്ങൾ എനിക്കോ മരതകം വരാനുണ്ട്. മരതകം ഞാൻ വിഷ്ണു കൂടിയുള്ള പടമാണ്. മരതകം ഞാൻ വിഷ്ണു, സനുഷ, പിന്നെ നമ്മുടെ മീനാക്ഷി എന്ന് പറഞ്ഞാൽ 18+ ആ പെൺകുട്ടിയുടെ. പിന്നെ ഗുമസ്തൻ എന്ന് പറഞ്ഞൊരു പടം വരാറുണ്ട്. ഗുമസ്തൻ ദിലീഷ് പോത്തൻ സെക്ഷൻ.
പിന്നെ വിശുദ്ധ തെമ്മാടികൾ വരാനുണ്ട്, അത് ഞാൻ വിഷ്ണു നമ്മൾ ഹ്യൂമർ പടമാണ്. ബാഡ് ബോയ്സ് വരാനുണ്ട്, 4 പടം വരാനുണ്ട്. നമ്മൾ വെയിറ്റ് ചെയ്യുന്ന സാധനമുണ്ട്, ഏതാ മനസ്സിലായോ? അമരക് ബ്രന്തോണിയാണ്. അതിൻ്റെ എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ട്? ഇപ്പം ഞങ്ങൾ വേറൊരു പടം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞ പോലെ അമരക് ബ്രന്തോണി നമ്മൾ ചെയ്യുമ്പോഴേ നല്ലൊരു സാധനം ചെയ്തില്ലെങ്കിൽ അത് നമുക്കൊരു അങ്ങനത്തെ ഒരു ഐറ്റത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഞങ്ങൾ. ത്രെഡൊക്കെ അവർ വിഷയം പറയുന്നത് ആ ത്രെഡൊക്കെ കിട്ടിയിട്ടുണ്ട്, എഴുതാനിങ്ങനെ ഇരുന്നിട്ടില്ല. ഞങ്ങളിപ്പോൾ അടുത്ത പടത്തിൻ്റെ എഴുത്തിലാണ്. ഞാൻ വിഷ്ണു ഇപ്പോൾ എഴുത്തിലാണ്. നടൻ റോഷനെ പോലെ ഇരിക്കണം നിങ്ങൾ ഇപ്പം ചിരിച്ചെങ്കിൽ. അതിനു മുമ്പ് എന്തെങ്കിലും നോക്കി ഇങ്ങനെ ഇരിക്കും. ഓക്കെ, താങ്ക് യു കേട്ടോ. ചേച്ചി പുതിയ പടം ഇതിനിപ്പോൾ വാഴ ഇറങ്ങാനുണ്ട്. പുതിയ പടമല്ല ഹലോ ഓക്കെ, ഞാൻ അത് നമ്മൾ നല്ലൊരു മൂവിയാണല്ലേ, നല്ല മൂവി. എന്താ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ തൊട്ട് ആദ്യം തൊട്ട് ഈ സിനിമയുടെ ഭാഗമായിട്ടുള്ളത് കൊണ്ട് ഇങ്ങനെ നമുക്കെല്ലാം പ്രിയപ്പെട്ടതാണ്. നിങ്ങളാ പറയേണ്ടത് ഇതിൻ്റെ എക്സ്പീരിയൻസ് വരും പറഞ്ഞോ. സാനിഫിനെ കുറിച്ചോ സിനിമ അല്ലേ പെട്ടെന്ന് പലരും വെച്ചപ്പോൾ ഞാൻ സിനിമ സൂപ്പറാണ്, നല്ല സ്റ്റണ്ട് പടമാണ്. പിന്നെ ആ സാനിഫ ഇങ്ങോട്ടോ, നീ ഇങ്ങ് വാ. ഈ പടത്തിൽ നിങ്ങളൊക്കെ എല്ലാ പരിപാടിയിലും ഇവനെ കാണാറില്ലേ, ഈ ഫേസ്. ഇതിനകത്ത് ഒരു ഗംഭീര പെർഫോമൻസ് ആയിട്ട് ഒരു റോള് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ സാനിഫിന്റെ ഒരു വരവാണ്. സീന് നടക്കുന്നുണ്ട്, എല്ലാത്തിനും കൈയടിയൊക്കെ കിട്ടുന്നുണ്ട്. സാനിഫ് വന്നപ്പോ ഭീകര കൈയടിയോ, അയ്യോ വന്നല്ലോ എന്നൊക്കെ. അതാണ് കാരണം എല്ലാവരും സിനിമയിൽ അഭിനയിച്ചതിന്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അയ്യോ, അഭിനയിച്ച വരുന്നുണ്ടല്ലോ, വന്നിട്ട് കൈ കൊണ്ട് തരും. ചേച്ചി ഒന്നും തിരുമിക്കാതെ അനങ്ങാൻ പറ്റില്ല. ആരുടെ അടുത്ത ഇത് പുള്ളിയുടെ ഡയലോഗുണ്ട്, ഡയറക്ടറിന്റെ ഫ്രണ്ട് മറ്റു ഒന്ന് ഞാൻ വെറുതെ വിടുന്ന പറഞ്ഞു. അല്ലെങ്കിൽ കണ്ടപ്പോൾ പുള്ളി ഓടിക്കാതെ. പക്ഷെ സാനുവിന് നമ്മളൊക്കെ എല്ലാ ആർട്ടിസ്റ്റുകളുടെ കൂട്ടത്തിലേ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇത് എന്നാ അല്ലേ, തിരിച്ചുവരവെന്നല്ല, ഒരു വരവാണ്. സാനുവിൻ്റെ ഒരു വരവായിരിക്കട്ടെ. നല്ല എല്ലാം സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് നമ്മൾ പരസ്പരം പൊക്കിപ്പറവാണ് അവിടെ. എന്തോന്നാണ് അല്ല, ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു ഇതിൻ്റെയൊക്കെ. അറിയാം മോനെ പാടാം കൊച്ചിനെ. കണ്ടില്ല, നല്ലൊരു പേര് പറഞ്ഞു. എൻ്റെ പേര് ഗോപി കൃഷ്ണൻ. ഗോപി കൃഷ്ണൻ. ഗോപി കൃഷ്ണൻ കോഴിക്കോട് അല്ലേ? കോഴിക്കോട് തന്നെയാണ്. സിനിമയും മോൻ ആദ്യമായിട്ടാണോ? അതെ. ആണോ എന്നാണ് ചോദിച്ചത്. സന്തോഷമായോ? ഹാപ്പിയാണ്. അല്ലെങ്കിൽ സിനിമ കണക്കുണ്ട്. സിനിമ ആദ്യമാണ് കാണാം. ഇടിയ ചന്തു വിഷ്ണു കൃഷ്ണൻ ഒരുമിച്ച് ഫ്രണ്ട്സായി. മനസ്സിലൊത്തിരി സന്തോഷമായി കൊച്ചിന്. വിഷ്ണു ഉണ്ണികൃഷ്ണൻ നല്ലല്ലേ, അല്ലേ, നല്ല അഭിനയമാണ്. പിന്നെ മോൻ്റെ അഭിനയം എങ്ങനെയുണ്ടായിരുന്നു? എൻ്റെ അഭിനയം ഞാൻ ശരിക്കും വില്ലനാണ്. ഞാൻ ശരിക്കും വില്ലനാണ്. വില്ലനൊന്നല്ല, നല്ല പോലെ അത്. കാരണം പെങ്ങളെ കെയർ ചെയ്തല്ലേ. എല്ലാവരും കണ്ടിട്ടില്ലെന്നൊന്നും പറയാം. ശരിക്കും കണ്ടോ? എന്നിട്ട് വന്നേക്കുവാ. ഞങ്ങൾ പറയുമ്പോൾ തലയാട്ടാൻ പോലും വേണം. ചന്തുവിനെ തൊപ്പിക്കാനാവില്ല മക്കളെ. അപ്പോൾ ഇടിയൻ ചന്തു അടിപൊളിയാണെന്ന് വെച്ചാൽ. അപ്പോൾ ഇടിയൻ ചന്തു കണ്ടു, തീപാറുന്ന അഭിനയമുഹൂർത്തങ്ങളാണ്. ഇതിൽ എടുത്തു പറയേണ്ട ലാലു ലസിൻ്റെ ഒരു തിരിച്ചുവരവെന്ന് തന്നെ പറയാം. നമ്മുടെ ബോയ് ഫ്രണ്ടിലാണ് അവസാനമായിട്ട് ഒരു പ്രിൻസിപ്പലായിട്ട് അഭിനയിച്ച പള്ളിയിലെത്താനായിട്ട്. ഇതിൽ ചന്തുവിൽ നല്ല രീതിയിൽ തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ലളിയാണെങ്കിലും പിന്നെ വിജയകുമാർ ആണെങ്കിലും നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ജയശ്രീ, അങ്ങനെ ഒരുപാട് സ്റ്റാർ കാസ്റ്റുള്ള സിനിമയാണ്. പിന്നെ പീറ്റർ ഹീൻ മാസ്റ്ററിൻ്റെ സ്റ്റണ്ടും വർക്കൗട്ടായി പോയിട്ടുണ്ട്. എന്തുകൊണ്ട് വിഷ്ണു ഉണ്ണികൃഷ്ണൻ നമ്മുടെ കള്ളനും ഭഗവതിയും കട്ടപ്പന ദിവസത്തിന് ശേഷം നല്ല രീതിയിൽ അഭിനയ പ്രാധാന്യമുള്ള സിനിമകളെല്ലാം തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക.